മീനിനെ തൂക്കി കുറച്ച് കൊട്ടിയെടുക്കും. അപ്പോൾ കുളങ്ങളൊക്കെ വറ്റിക്കൊണ്ട് വരികയാണ്. ഇവിടെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയാണ്. അനങ്ങമലയാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത്. അതുപോലെ ഈ കുളത്തിലെ മീനാണ് നമ്മളിപ്പോൾ ഒന്ന് പിടിക്കാൻ പോണത്. അത് 5-6 ആൾക്കാരുണ്ട്. അതായത് ചളി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ചിട്ട് കുറേശ്ശെ മീനെ കോരിയെടുക്കുകയാണ്. കോരിയെടുത്ത മീനിനെ നമ്മൾ അവിടെ കൊണ്ടുപോയിടുന്നുണ്ട്. അവിടെ കണ്ട ടാർപ്പായ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോയിടുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ട്. അതാണ് ഇവർ വെള്ളം വറ്റിച്ചിട്ട് വെള്ളം ഇവിടുന്ന് നല്ല ഉറവ് വരുന്നുണ്ട്. ഈ താഴത്തുനിന്ന് മൂപ്പരാണ് അതിൻ്റെ മെയിൻ, അപ്പു എന്ന് പറഞ്ഞ ആൾ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനുണ്ട്. ഏകദേശം 5000 മീനുണ്ട്. ഫുള്ള് പെല്ലറ്റ് ഫീഡാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ ഫിഷ് മത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഇടയ്ക്ക് വെച്ചിട്ട്. പക്ഷെ മത്തിയൊന്നും ആ മീനൊന്നും വലിയ നല്ല വിലക്ക് കിട്ടാത്തതുകൊണ്ട് അവരിപ്പോൾ ഫിഷ് ഫുഡാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും വലിയ കുഴപ്പമില്ല. ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾ 1200-1300 കിലോ കയറ്റി കൊണ്ടുപോയാൽ കഴിഞ്ഞു. ബാക്കിയുള്ള മീനാണ്. മീൻ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ കാണാനല്ല. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം മീനിനെ പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്. പരിക്കില്ലാതെ പിടിക്കാൻ നോക്കുന്നത്. അത്യാവശ്യം 30-35 ഡിഗ്രി ചൂടുണ്ട്. ചൂടിൽ മീൻ സാധാരണ നല്ല ചൂടിൽ 40 ഡിഗ്രിയൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ചളിക്കുളത്തിൽ വലയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ചാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ മീനിനെ കുറച്ച് രക്ഷപ്പെടാൻ അനുവദിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഈ വലയിൽ എത്ര മീൻ കയറും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നേരെ പുറകിൽ കാണുന്ന അനങ്ങമല കേട്ടോ. അയ്യോ, ഇത് വരുന്നു. ഇത് എത്ര ഉണ്ടാവും അപ്പോൾ? 150. ഓക്കെ, ഇനി കഴിക്കോ. ഞങ്ങൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുതൽ നമ്മൾ ഈ കുളത്തിലെ മീൻ പിടിക്കാൻ നടത്തിയാണ്. ശരിക്കും ഇത്ര ചെറിയൊരു കുളത്തിൽ 10 സെൻറ്റ് കുളത്തിൽ ഇത്ര മീനുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷയ്ക്ക് എതിരായിട്ട് ഇഷ്ടംപോലെ മീൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത കൃഷിക്കുള്ള മീനൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം വലിയ കുട്ടികളെ അവർ ഇടുന്നത്. ചെറിയ കുട്ടികളെ കൊടുത്തിട്ട് 100-150 ഗ്രാം ആവുന്നവരെ വേറെ ടാങ്കുകളുണ്ട്. ആ ടാങ്കിൽ അവിടെ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ഇട്ടിട്ട് വലുതാക്കിയിട്ടാണ് പിന്നെ ഇതിലേക്ക് മാറ്റുന്നത്. എന്താണ് ആ ചളി ഫുള്ള് കഴുകി വൃത്തിയാക്കി പൈപ്പ് വെച്ചിട്ട് ഇതേപോലത്തെ കൊട്ടല്ല അരിപ്പ കൊട്ടയിലേക്ക് ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് മീനെടുക്കുന്നത്. നമുക്കിത് കൊണ്ടിടണ കാണാൻ നോക്കാം. ഇത് കഴുകിയില്ല, ഇത് കഴുകി വൃത്തിയാക്കിയില്ലേ?